ഹലോ ചേട്ടാ, നമസ്കാരം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്താണ് ചേട്ടാ വിശേഷം? നല്ല വിശേഷങ്ങൾ. സ്റ്റെഫീനെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരു പരസ്യ ചിത്രം ചെയ്തിട്ടുണ്ട് പോയതാണ്. അപ്പോഴാണ് വീണ്ടും ഞാൻ സ്റ്റെഫീനെ. കാര്യം ഇത്രയൊക്കെയാണെങ്കിൽ ഇവിടെ പലവരും വരുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഫിറോസ് വന്നിരുന്നു ചോദിച്ചാൽ അപ്പൊ ഫിറോസ് പറഞ്ഞു ഫിറോസും ഞാനും സ്റ്റെഫിയുമായിട്ട് ഒന്നിച്ച് ഷോ ഇത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പരസ്യം ചെയ്തിട്ടുണ്ട്. കാണുക സ്റ്റെഫി കുറെ പിന്നെ സ്റ്റെഫി ഭയങ്കരമായ ആള്. കോഴിക്കോട് നിന്ന് ആരൊക്കെയോ വരുന്നവരെല്ലാം പറയുന്നുണ്ട്. അല്ല, വരുന്നവര് മുഴുവൻ സ്റ്റെഫി അറിയും, പക്ഷെ സ്റ്റെഫി ആരും അറിയുന്നില്ല. സ്റ്റെഫി ആരറിയാം? അത് തന്നെ നമ്മുടെ ദീപാവലിയുടെ ഫസ്റ്റ് എപ്പിസോഡില് കോഴിക്കോട് നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ പണ്ട് തള്ളി മറിച്ചിട്ടു, അത് സ്റ്റെഫിയാണ്. ഇത് എന്തായാലും സ്റ്റെഫി വരുന്നവർക്ക് പൈസ കൊടുത്ത് പ്രൊമോഷൻ വർക്ക് വല്ലതും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല ചേട്ടാ. ആയിക്കോട്ടെ, ഏതായാലും ജോഷി ചേട്ടാ വളരെയധികം സന്തോഷം ഈ ഫണ്ട്സ് അപ്പോൺ എ ടൈമിന്റെ ഇന്നത്തെ ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ വന്നതിൽ. അത് മാത്രമല്ല, കുറെ നാളുകൾക്ക് ശേഷം അത് ഒരുമിച്ച് നിന്നിരുന്ന കുറച്ച് ആൾക്കാർ, സലീം ചേട്ടൻ, പിഷാരടി, അതായത് ഒരുമിച്ച് വന്ന സലീമാൻ്റെ ട്രൂപ്പിലൂടെ 2 വർഷം അല്ലേ? 2 വർഷം നമ്മൾ 2 വർഷം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കാണാനും ഒക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അതെ, ജോഷി ചേട്ടൻ എൻ്റെ ജീവിതത്തിൽ നിർണായകമായി ഒരുപാട് പങ്കുവച്ചിട്ടുള്ള ആളാണ്. ജോഷി ചേട്ടൻ്റെ കല്യാണത്തിന് എല്ലാ മിമിക്രിക്കാരും വന്നിട്ടുണ്ടായിരുന്നു. ആ കല്യാണ തലേന്ന് രാത്രി ആണ് ഞാൻ മിമിക്രി, ആ കല്യാണ വീട്ടിൽ മിമിക്രി. അപ്പം ഞാൻ ഈ വെള്ളൂർ, കോട്ടയം ഭാഗത്ത് നിന്ന് എറണാകുളത്ത് വന്ന് ഇങ്ങനെ ഒരു ട്രൂപ്പിൽ, സലീമേൻ്റെ ട്രൂപ്പിൽ മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം എന്നെ മറ്റുള്ള മിമിക്രിക്കാർക്കൊന്നും അത്ര അറിയില്ല. ജോഷി ചേട്ടൻ്റെ കല്യാണ തലേന്ന് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ വൺമാൻ ഷോ കാണിച്ചപ്പോഴാണ് ഒരു വലിയ കെട്ട് മിമിക്രിക്കാർ ഇങ്ങനെ ഒരുത്തരുണ്ടെന്ന് അറിഞ്ഞതും എന്നെ വിളി തുടങ്ങിയതും എല്ലാം. അതൊരു വലിയ ഗുണമുണ്ടായിട്ടുള്ള കാര്യമാണ്. 2003 അതെ. പിന്നീട് സലീമൻ്റെ ട്രൂപ്പിൽ നിന്ന് ഒരിക്കൽ പോയ ശേഷം നമ്മൾ ഒരിക്കൽ രണ്ടാമത് ആ ട്രൂപ്പിലേക്ക് പോകാൻ കാരണമായിട്ടൊരു വിളി വരുമ്പം സൗണ്ട് ഓപ്പറേറ്റർ പെരുമ്പാവൂർ സലീമുക്ക ഒരു ഫോണിൽ വിളിക്കുന്ന സമയത്ത് അന്ന് മൊബൈൽ ജോഷിച്ചേട്ടൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ജോഷിച്ചേട്ടൻ്റെ മൊബൈലിൽ വിളിച്ചിട്ടാണ് രണ്ടാമത് എനിക്ക് പോകാൻ ഒരു വിളി വരുന്നത്. ജോഷിച്ചേട്ടൻ്റെ മൊബൈലിൽ അത് സാജു ചേട്ടൻ്റെ കോമഡി ഷോയ്ക്ക് പോകാനായിട്ട് ഞാനാണ് ഒരു എൻട്രി വിളിച്ചു കൊടുക്കുന്നത്, എൻ്റെ പേര് പറയുന്നത്. അങ്ങനെ 2-3 ജീവിത വഴിത്തിരിവുകളിൽ വ്യക്തമായ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള ആളാണ് ജോഷി ചേട്ടൻ എന്ന് പറയുന്നത്. സലിമണ്ണമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലിമട്ടം വിളിക്കുകയാണ്. ഇവിടെ ഒരു 2 വർഷം മുമ്പ് ഇവർക്ക് ഉണ്ടായിരുന്ന ഒരു ട്രൂപ്പാണ് സ്റ്റാലിയൻസ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ മനോഹരമായൊരു ട്രൂപ്പ്. അപ്പോൾ സലിമട്ടം വിളിച്ച് പറയുന്നു, ഈ സീസണിൽ നീ ഒന്ന് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ആ വർഷം ഞങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നു 85 കളിയോളം കളിച്ചിട്ടുണ്ട്. അതിൽ 60 ഷോയും പിടിച്ചത് ഞാൻ തന്നെ അല്ലേ സലിമേട്ട? ജോഷി ചേട്ടൻ്റെ ട്രൂപ്പിലുണ്ടെങ്കിൽ അത് മാത്രമല്ലായിരുന്നു, ജോഷിനെ പോലെ ഇത്ര പങ്ക്ച്വലായിട്ടുള്ള ആർട്ടിസ്റ്റിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ജോഷി ഒരു 2 മണിക്ക് വണ്ടി വിടുമെന്ന് വെച്ചാൽ ജോഷി അത് കറക്റ്റ് 2 മണിക്ക് മുൻപായിട്ട് അവിടെ എത്തിച്ചേരും. അത് ഇത്ര പങ്ക്ച്വാലിറ്റി, ആ കൃത്യനിഷ്ഠത പാലിക്കുന്നൊരു കലാകാരൻ. മാത്രമല്ല, ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം, മാവേലി മുമ്പത്ത് തുടങ്ങിയ ഓഡിയോ കാസറ്റുകളിൽ 2 കാസറ്റിലും ഇന്നസെന്റിന്റെ ശബ്ദം കൊടുക്കുന്നത് ജോഷി ചേട്ടനാണ്. എത്രയോ വർഷം. ഈ ജോഷിനെ കുറിച്ച് പറയുമ്പോൾ ഹനീഫ്ക എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഒരു ദിവസം ഹനീഫ്ക ഏതോ കാസറ്റ് റെക്കോർഡ് ചെയ്തിട്ട് വന്നു. അപ്പം ഞാൻ ഹനീഫിനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ആസിഡ് റെക്കോർഡിങ്? എടാ ഒന്നും പറയണ്ടാ, കൊച്ചിൻ ഹനീഫയുടെ സൗണ്ട് പഠിപ്പിക്കുകയായിരുന്നു എന്നെ. അപ്പം അവൻ ആര്? ജോഷിയാണ്. അവസാനം ജോഷി ചെയ്യണമാതിരി ചെയ്യാൻ പറഞ്ഞു. ഒരു കഥാപ്രസംഗം, തീർച്ചയായിട്ടും കീരിക്കാടൻ ചത്ത എന്ന് പറയുന്ന ഒരു കഥാപ്രസംഗത്തില് ജോഷി പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടാണ് ഹനീഫ്ക സൗണ്ട് ചെയ്യണത്. എങ്ങനെ? ആസാനെ. അതായത് കാസറ്റ് ചെയ്യുമ്പോ അത് മാത്രമല്ല, നമ്മളുടെ എനിക്ക് തോന്നുന്നു പുട്ടുകച്ചവടമാണെന്ന് തോന്നുന്നു. ഒരു കൊല്ലം നല്ല സിനിമ ഇറങ്ങുന്നവരാണല്ലോ, നല്ല കാശൊക്കെ ആയപ്പോൾ പുട്ടുകച്ചവടം ഒറിജിനൽ ഇന്നസെന്റ് ഏട്ടനെ വിളിക്കാൻ തീരുമാനിച്ചു. അന്ന് വലിയ വാർത്തയാണ്. ഇന്നസെന്റ് ആയിട്ട് അത്തവണ കാസറ്റിൽ മാവേലിയായിട്ട് ഒറിജിനൽ സാക്ഷാൽ ഇന്നസെന്റ് ഏട്ടൻ വരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ആ തവണയാണ് ആൾക്കാർ പറഞ്ഞത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കാരണം അത്രയും നാളെ ജോഷി ചേട്ടന്റെ ശബ്ദം കേട്ടിരുന്നിട്ട് ഒറിജിനൽ ആളുടെ ഇത്തവണത്തെ ഇന്നസെന്റ് അത്ര പോരാ. ഏതാ ഒറിജിനൽ? സലിമട്ടൻ ഒരു 4-5 സിനിമകൾ എടുത്തിട്ടുണ്ട്. ആ സിനിമകളിലൊക്കെ എനിക്ക് ചെറിയ ചെറിയ വേഷങ്ങൾ തന്നിട്ടുള്ള ഒരു നല്ല ഒരു വ്യക്തിയാണ് അദ്ദേഹം. അല്ല, ഒരിക്കൽ പരിചയപ്പെട്ട ജോഷി ചേട്ടനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കൊള്ളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉറപ്പായിട്ടും കൊണ്ട് കൊള്ളിക്കുന്ന ഒരാളുണ്ട് ജോഷി ചേട്ടൻ. പിന്നെ ജോഷി ചേട്ടൻ ഇന്നസെന്റ് ഏട്ടൻ്റെ ഹനീഫിക്കയുടെ ശബ്ദം നന്നായിട്ട് അനുകരിക്കില്ല. ആ സമയത്ത് ഞങ്ങൾ ഈ ട്രൂപ്പിന്റെ ഷോ കഴിഞ്ഞിട്ട് സ്പീക്കറൊക്കെ വലിച്ച് മേളിൽ കയറ്റും, അല്ലെങ്കിൽ ഇതുണ്ട്. ഈ നമ്മുടെ ഡ്യൂട്ടിയാണ്. ഈ 2 സമയത്ത് ജോഷി ചേട്ടൻ്റെ ശബ്ദത്തിൽ 2ഉം വരും. അതായത് നമ്മൾ സ്പീക്കറൊക്കെ ഇറക്കി സൗണ്ട് കെട്ടി ഷോ തുടങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ ജോഷി ചേട്ടൻ വന്നിട്ട് ഷാഡി നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇരിങ്ങാലക്കുടക്കാരനാണല്ലോ, ഇന്നസെന്റ് ഏട്ടൻ പറയുന്ന പോലെ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രൂപ്പിന്റെ വണ്ടി കയറി ജോഷി ചേട്ടാ സ്പീക്കറിങ് എടുത്തു തന്നെ, ഈ സ്പീക്കർ എടുത്തോ പിടിച്ച് പറഞ്ഞിട്ട് ഹനീഫൊക്കെ
ഇത് രണ്ടും വരും. അനീഫ്ഖനെ ഇമിറ്റേറ്റ് ചെയ്യണത് വലിയ ഇഷ്ടമല്ല, പക്ഷെ ജോഷി ഇമിറ്റേറ്റ് ചെയ്യണത് ഇഷ്ടമായിരുന്നു അനീഫ്ഖയ്ക്ക്. അത് മാത്രമല്ല സലീംക്ക, എൻ്റെ കല്യാണത്തിന് വന്നിരുന്ന എൻ്റെ ആദ്യ സിനിമയിൽ എൻ്റെ വീട്ടിൽ വന്ന ആദ്യ സിനിമാക്കാരനാണ് സലീമേട്ടൻ. അതുപോലെ തന്നെ എൻ്റെ പെങ്ങളുടെ കല്യാണത്തിൽ എത്തിച്ചേർന്ന ഒരു സിനിമാക്കാരനാണ് ഹനീഫ്ക. നല്ലൊരു ബന്ധമായിരുന്നു. അത് കാരണം ആ സ്നേഹം, കാരണം നമ്മൾ ആളെ അനുകരിക്കുന്നതിൽ ഇഷ്ടം കണ്ടെത്തിയ ഒരാളാണ്. അത് വലിയൊരു സന്തോഷം. ഇന്നസെന്റ് ഏട്ടനും ജോഷി ചേട്ടനും ഇരിക്കുന്നത് ഇഷ്ടമാണ്? തീർച്ചയായിട്ടും ഇഷ്ടമാണ്. ഇപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ പാടി, ഞാൻ അഭിനയിച്ചു. ഇന്നസെന്റ് ഏട്ടൻ നിനക്കിട്ടൊരു പണിയൊന്നാണ്. അതെ, എന്തായാലും നല്ല രസകരമായിട്ട് ഇന്നസെന്റ് ഏട്ടൻ അത് പാടിയിട്ടുണ്ട്. കൊഞ്ചു പിടിക്കണം പാപ്പ, കൊഞ്ചിക്കാനായൊരു പെണ്ണു വേണം, മൊഞ്ചത്തി പെണ്ണിന്റെ കയ്യിൽ നല്ലൊരു കള്ളും കൂടം വേണം. കൊഞ്ചു പിടിക്കണം പാപ്പ, കൊഞ്ചിക്കാനായൊരു പെണ്ണു വേണം, മൊഞ്ചത്തി പെണ്ണിന്റെ കയ്യിൽ നല്ലൊരു കള്ളും കൂടം വേണം. കള്ളും കൂടം വേണം. ആടണം പാടണം പാപ്പ, ആലോചിച്ചിടാതെ, മാനസ ദുഃഖങ്ങളുള്ളിൽ താഴ്ത്തു വേണം. കൊഞ്ചു പിടിക്കണം പാപ്പ, കൊഞ്ചിക്കാനായൊരു പെണ്ണ് വേണം, മൊഞ്ചത്തി പെണ്ണിന്റെ കയ്യിൽ നല്ലൊരു കള്ളും കൂടം വേണം. കള്ളും കൂടം വേണം. എന്തേ ചേട്ടാ, ഇന്നസെന്റ് ചേട്ടൻ അനുകരിക്കുന്നതിൽ തന്നെ ഈ കാസറ്റിലുള്ള ശബ്ദവും ഒറിജിനൽ ശബ്ദവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിഭജിച്ചു. ഇന്നസെന്റ് ഏട്ടൻ നമ്മളിപ്പോ കാസറ്റിലൊക്കെ ചെയ്യുമ്പോ ഇതെന്താ ഇവിടെ വെട്ടം വെളിച്ചൊന്നുമില്ല, ആരെവിടെ മുന്നിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവര് ഭയങ്കരന്മാരാ, ഇവന്മാരെ ഞാൻ കൊണ്ട് തോറ്റു. ഇതാണ് മാവേലി. പക്ഷേ ഒറിജിനൽ ഇന്നസെന്റ് ഏട്ടൻ എന്ന് പറയുമ്പോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇവിടെ ഇപ്പോൾ ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഒരു ഷൂട്ട് നടക്കുക. അതിൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന സലീം കുമാറും, പിന്നെ ഇതൊക്കെ കൊണ്ടു നടക്കുന്ന രമേശ് പിഷാരടി, പിന്നെ ഇത് കാണാനിരിക്കുന്ന നിങ്ങളെ പോലെയുള്ള കുറേ നല്ല ആൾക്കാരും, ഇതൊക്കെ തന്നെയാണ് ഈ പരിപാടിയുടെ വിജയം. പിന്നെ ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ഇതിൻ്റെ അപ്പുറത്തൊരാളിരിക്കുന്നത് തലേക്കല്ലൻ ഹരിപ്പി നായരെന്ന് പറഞ്ഞൊരു ഹനീഫിക്കയുടെ സാധാരണ വർത്താനം അല്ല, കാസറ്റും സാധാരണ. ഇത് കാസറ്റിലെ ഹനീഫിക്ക. ആശാനെ ചതച്ച് നമ്മുടെ പിള്ളേർ നമ്മളെ ചതച്ച് 4ാം ക്ലാസ്സിൽ പിള്ളേരെ നമ്മളെ ചവിട്ടി കുത്തി മെതിച്ച് കളഞ്ഞു. സലീമ കുത്തി പലത്തടാ പത്തിയത് എന്റെ പൊന്ന് കീരിക്കാടൻ ചോദിച്ച് ചത്ത്. എന്തല്ലേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ട്രൂപ്പിൻ്റെ ഒക്കെ ഫസ്റ്റ് പ്രോഗ്രാം കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഹനീഫിനെ കൊണ്ടുവരിക. ഹനീഫിക്ക ചെറിയ തമാശ കണ്ട ചിരിക്കുന്ന ആളാ. ഭയങ്കരമായിട്ട്. ഞങ്ങളുടെ ഷോ ഒരു ഓഡിറ്റോറിയത്തിൽ നടത്തും. ഷോ തുടങ്ങുന്നതിന് മുമ്പ്, ഉത്സവപ്പറമ്പിലേക്ക് വിടുന്നതിന് മുമ്പ് കണ്ട അഭിപ്രായം പറയാൻ സലീമേട്ടൻ കൊണ്ടുവന്ന് ഹനീഫിക്കനെ ഭയങ്കര ചിരി. ഹനീഫിക്ക ഇതും കണ്ട് ഞങ്ങൾ അമ്പലപ്പറമ്പിൽ പോയിട്ട് ഷോ പൊളിഞ്ഞു പോയെന്നേ. ഫസ്റ്റ് ഷോ പൊളിഞ്ഞ് സലീമേട്ടൻ വിളിച്ചിട്ട് എനിക്കൊരു അബദ്ധം പറ്റി, ഈ ഹനീഫിക്ക നിന്റെ ഒക്കെ എന്തൂള കോമഡി കണ്ടാലും ചിരിക്കും, അതൊന്നും കണ്ട് നാട്ടുകാർ ചിരിക്കൂല എന്ന് പറഞ്ഞ് നമ്മളെ ഇനി വിളിക്കൂല എന്ന് പറഞ്ഞ ആളെ വിളിക്കൂല എന്ന് വിചാരിച്ച പുള്ളിനെ. ഏതായാലും അതായത് വളരെ സൗമ്യനാണ്. നമ്മൾ കാണുന്ന പോലെ അറ്റപ്പൊന്ന് അങ്ങനൊന്നുമല്ല. ഇന്നലെ ഒരു പരിപാടിൻ്റെ ആയിരുന്നു ജോഷി. ഇന്നലെ ഞാൻ അവിടേക്ക് പോയിരുന്നപ്പോൾ CI മഹാദേവൻ 5:4 നല്ല പടമാണ്. വളരെ കൂളായിട്ടുള്ള ഒരു സംസാര രീതിയാണ് പുള്ളിയുടെ. സിനിമയിൽ വരുമ്പോഴാണ്, അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ആരാണ് എങ്ങനെ എവിടെ ഈ വക സാധനങ്ങളും ഒരുപാട് എടുക്കുന്ന സംഭവമാണ്. അടിപൊളി ചേട്ടാ. തീർച്ചയായിട്ടും സ്റ്റെഫി വളരെ സന്തോഷം.